അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ചലഞ്ചുമായിട്ടാണ്. അതെ, എന്താണ് ചലഞ്ച്? ചലഞ്ച് അല്ല, ഒരു ഗെയിമാണ്. കുക്കുനെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കാണ്? എനിക്കാണോ തക്കുനാണോ? Who know me better? വലിപ്പം കൂടിയില്ലേ? അപ്പൊ കൊറേ നാൾക്ക് ശേഷം നമ്മുടെ തക്കു വീണ്ടും ഫ്ലോ പോയി. കൊറേ നാൾക്ക് ശേഷം നമ്മുടെ തക്കു ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ കുക്കു എത്ര ചോദ്യം നോക്കി വെച്ചിട്ടുണ്ട്? 15. പിന്നെ 15. അപ്പൊ 15 ചോദ്യങ്ങൾ കുക്കു തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്കും തക്കുവിനും അത് അറിയില്ല. അതെ, ഈ ഞാൻ ഉണ്ടാക്കിയ ചോദ്യങ്ങൾ എന്താന്ന് ഇവർക്ക് രണ്ടുപേർക്ക് അറിയില്ല. പക്ഷെ ഞാനിപ്പോ എല്ലാം ഈ ഒരു കറന്റ് സിറ്റുവേഷനെ ബേസ്ഡ് ആണെങ്കിൽ ചിലപ്പോ അവനും ചിലപ്പോ അറിയില്ല. അതുകൊണ്ട് കുഞ്ഞുനാള് മുതൽ വലിയ നാള് വരെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത് അപ്പൊ ഇത് എങ്ങനെ സംഭവം എന്ന് പറയാം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഞങ്ങൾ എഴുതുന്നിട്ട് ഉത്തരം ഞങ്ങൾ പറയും. ക്വസ്റ്റ്യൻ നമ്പർ 1. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും അടുത്തുണ്ടാവണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തി. വ്യക്തികൾ ആയാലും കുഴപ്പമില്ല. ഇംഗ്ലീഷിൽ നീ പറഞ്ഞാൽ മതി. നീ എഴുതി കാണിക്കുന്നില്ലല്ലോ, കുഴപ്പമില്ല. ഞാൻ എഴുതിട്ടോ. ഇനി എങ്ങനെ ഒരുമിച്ച് വായിക്കണം? ഇപ്പൊ ഉത്തരം വായിക്കണം. ഇപ്പൊ വായിക്കണം, ഒറ്റയടിക്ക് വായിക്കണം. അപ്പൊ നീ വായിക്കും. മൻമോഹൻ സിംഗ്. ഞാൻ എഴുതിയത് കുണ്ട്രൂസിലാണ്. ഞാനും ഉമ്മയും കുണ്ട്രൂസും. ഒരാളല്ലേ പറഞ്ഞത്? ആളുകളെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. അപ്പൊ ഒരാൾ വ്യക്തിയിലുണ്ട്. 100% മമ്മിയാണ്, പിന്നെ ഡാഡിയും കുണ്ട്രൂസ്. മമ്മി ഡാഡി കുണ്ട്രൂസിനാണ് ഏറ്റവും കൂടുതൽ മിക്സ് ചെയ്യണത്. ഇല്ല, പക്ഷെ കൊടുത്തോ, ഹാഫ് കൊടുത്തോ? ഹാഫ് അര. ഓക്കെ. വീട്ടിൽ പോയാൽ ഞാൻ ആവശ്യപ്പെടുന്ന, മമ്മിയോട് പറയണം, മമ്മി എനിക്ക് ഇന്ന് നാളെ രാത്രി വന്നാൽ ഞാൻ പറയും രാവിലേക്ക് മമ്മി ഇത് വേണമെന്ന്. അങ്ങനെ പറയുന്ന മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംബോ. വേണ്ട, എന്നാ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ ഏറ്റവും കൂടുതൽ മമ്മി പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നത്, ഞാൻ കഴിക്കണതും അതാണ്. എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തതും അതാണ്. സത്യം. എഴുതിയാ എഴുതി തന്നെ പറയട്ടെ. പത്തിരി മുട്ട. പത്തിരി മുട്ട ചിക്കി. ചിക്കിയത്. ഓക്കെ, മമ്മിക്ക് അറിയാതെ. ചിലപ്പോ ഞാൻ തേങ്ങ ഇട്ടിട്ട് ചിക്കും. അതിപ്പോ കുറവാ. ഉള്ളിയും മുട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ ചിക്കിയിട്ട് പറയട്ടെ. പത്തിരിയിൽ പാലൊഴിച്ച് ആദ്യം കുതിർത്തിട്ട് മുട്ട അതിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുഴലപ്പം പോലെ മടക്കിയിട്ട് ഒരു കടിയുടെ പോലെ പത്തിരി ഉണ്ടാക്കി ഞാൻ കഴിക്കും. ഓക്കെ, അതെ, പത്തിരി ഉണ്ടാക്കില്ല ഞാൻ. അല്ലേ? ഓക്കെ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്റെ ഏറ്റവും വലിയ അല്ല, പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ മേടിക്കാൻ ആഗ്രഹിക്കുന്ന കാറും അതിന്റെ കളറും. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അവിടെ വെച്ചിട്ടുണ്ട് സാധനം. അതിന്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ മിനി കൂപ്പർ. പക്ഷെ അതൊന്നും മേടിക്കാനുള്ള ഒരു സാഹസിക നിലയിലല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഹാരിയറിനെങ്കിലും അടുത്ത വർഷം സ്വപ്നമാക്കാനുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിലാണ്. അപ്പൊ അല്ല, കളർ ബ്ലാക്ക്. വെരി ഗുഡ്. ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. ഇനി
ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഓക്കെ എൻ്റെ സ്കൂൾ ലൈഫിലെ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉള്ള ഒരു കൂട്ടുകാരൻ ഞാൻ ഇടയ്ക്ക് വിളിക്കും, ഈ ഇടയായിട്ട് വിളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്. അവനെ പറയില്ല, അയ്യോ എന്റെ പേജ് നോക്കിയിട്ടില്ല. സ്കൂളിൽ 10 വരെയുടെ ഉള്ളില് സ്റ്റാർട്ട് ചെയ്തത് എന്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. നിനക്ക് നന്നായിട്ട് അറിയുന്ന ആളാ. എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളെന്നെയാണ്. പെട്ടുട്ടോ എന്റെ ഇതെവിടെ ഞാൻ എഴുതിട്ടാ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറൊക്കെ എനിക്കറിയാം. അല്ല ഞാൻ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. പറയണ്ട. ഓക്കെ ഞാൻ പറയാം ഫസ്റ്റ്. നീ പറഞ്ഞെന്താ ഞാനെന്തെങ്കിലും ഫീൽ ചെയ്തു. ശരിയാ, രണ്ടുപേരും കോണ്ടാക്ട് ഉണ്ട്. ഇല്ല കറക്റ്റാ, രണ്ടുപേരും കോണ്ടാക്ട് ഉണ്ട്. നമ്മുടെ ഫിൽജോ എന്ന് പറയുന്നത് കൂടെ പഠിച്ചല്ലോ. കൂടെ പഠിച്ച തന്നെയാ. ഫിൽജോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ തമിഴിലെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. ഫിൽജോയും കറക്റ്റാ, അരുണും കറക്റ്റാ, രണ്ടുപേർക്കും മാർക്കുണ്ട്. ശരി. പക്ഷെ അരുണിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു സ്റ്റോറി പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കെമിസ്ട്രി മാഷ് വന്നു. കെമിസ്ട്രി മാഷ് ഭയങ്കര സീനാണ്. പറഞ്ഞു കൊടുക്കും, പേര് പറയേണ്ട സീനാണ്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മളിങ്ങനെ എഴുതുന്ന പെൻ കൊണ്ട് ബോർഡിലോട്ട് എറിയുന്ന ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ എന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന പയ്യൻ അത് എറിഞ്ഞപ്പോ മാഷ് കണ്ടിട്ട് എറിയണ ആളെ കണ്ടില്ല, പക്ഷെ ബോർഡിലോട്ട് പെന്നൊന്ന് തിരിഞ്ഞു നോക്കി. എല്ലാവരും ഒന്നും അറിയാത്ത പോലെ ഇരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ആള് ചൂരിലെടുത്തു. എന്നിട്ട് ബെഞ്ചിന്റെ ഫസ്റ്റ് തൊട്ടിട്ട് ചോദിച്ചു, ആരോടാ പെണ്ണ് എറിഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഒരു കുട്ടി എഴുന്നേറ്റ് എന്നിട്ട് ഇവനാണ് സാറേ എന്ന് പറഞ്ഞു. തൊട്ടെടുത്തിരിക്കുന്ന ആള്. അപ്പൊ അവൻ എഴുന്നേറ്റു, ആരോടാ പെണ്ണ് എടുത്തതെന്ന് ചോദിച്ചു. ഇവനാണ് സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അറ്റം തൊട്ട് ഇങ്ങനെ വന്നിട്ട് അല്ല, അരുണിന്റെ കഴിഞ്ഞിട്ടാണ് ഞാനിരിക്കണേ. അപ്പൊ അരുൺ കണ്ടിട്ടുണ്ട് യഥാർത്ഥ വ്യക്തി ആരാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ കാണിച്ച് അരുണിന്റെ അവിടെ എത്തിയപ്പോ അരുണ് സൈലന്റ് ആയിട്ട് ഇങ്ങനെ താഴോട്ട് നോക്കിയിരുന്നു. അപ്പൊ അരുണാണോ ചെയ്തതെന്ന് ചോദിക്കുക പോലും ചെയ്യാതെ കൈ നീട്ടാന്ന് പറഞ്ഞിട്ട് അരുണെ കൈ നീട്ടി അടിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അന്ന് ഞാൻ നെഞ്ചിൽ കയറ്റിയ എന്റെ ഒരു സുഹൃത്താണ് അരുണ്. നമ്മൾ എപ്പോഴും വലുതായിട്ട് അങ്ങനെ കോണ്ടാക്ട് ഇല്ല. മറ്റേ ഡയലോഗ് അത് ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന ഡയലോഗ്. ഇവളെന്നല്ല, വേണ്ട സോ ഫിൽജോ ആൻഡ് അരുൺ വെരി ഗുഡ്. ഞാൻ എവിടെ എത്തി? അഞ്ചാമത്തെ നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ ആദ്യമായി നൃത്തം ചെയ്ത സ്ഥലം ഓർ സ്കൂൾ ഓർ വേദി whatever. സ്കൂൾ പറഞ്ഞ അനക്കെല്ലാം അറിയിക്കോ അവിടെ മാട്ടുമ്മൽ LP സ്കൂളില് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നൃത്തം ചെയ്യുന്നതിനൊക്കെ മുന്നേ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു പെൺവേഷമായിരുന്നു. ആമിന എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ എന്നെ ആദ്യമായിട്ട് നൃത്തം പഠിപ്പിച്ചത് സുനിമാഷായിരുന്നു. പാട്ട് ഓർമ്മ എനിക്ക്? ചുട്ടി അതല്ല, പെണ്ണെ കളിപ്പിച്ച ഒരു ഭാഗം ഡാൻസ് കളിച്ചത് പഠിപ്പിച്ച സുനിമാഷല്ലേ. സുനിമാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിമാഷ അതിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല. പാപ്പച്ചമാഷും കൊടുത്തു പാവം തന്നെ വീടിനടുത്ത് പറഞ്ഞില്ലേ. ഇത് നിങ്ങൾക്ക് ആർക്കും കിട്ടാൻ ചാൻസ് കുറവാണ്. പഠിക്കുന്ന സമയത്ത്
ഞാൻ അധികം കൊടുത്തിട്ടൊന്നുമില്ല, അത് പറയാനൊന്നുണ്ടാവില്ല. ഇത് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലേ? പഠിക്കുന്ന സമയത്ത് ചെയ്ത ആദ്യത്തെ ജോലി എനിക്കറിയാം. അങ്ങനെ ചിലപ്പോ നീ ഇവൻ പറഞ്ഞായിരിക്കട്ടെ, ഞാൻ പറഞ്ഞായിരിക്കില്ലല്ലോ. നോക്കട്ടെ, ഞാൻ പറയാം. ഞാൻ എഴുതി വെച്ചേക്കുന്നത് കുക്കുനെ അടിച്ചട്ടെ. ടേപ്പ് അങ്ങനെ പടക്കക്കട പടക്കക്കടയുടെ മുന്നേ ശരിക്കും ആദ്യമായിട്ട് നീയാണ് പോയത് പേപ്പർ ഇടാൻ പോയപ്പോ ഞാൻ പേപ്പർ ഇടാൻ വന്നു. എന്നിട്ട് പക്ഷെ ഞാൻ അധികം കാലം പേപ്പർ ഇടാൻ പോയില്ല. പൈസ കുറവും പിന്നെ നല്ല വെളുപ്പിന് എഴുന്നേറ്റ് പോണതിന്റെ ഒക്കെ സീനില് നമ്മൾ നിർത്തി. എന്നിട്ട് പടക്കത്തിന്റെ കാര്യം ഞാൻ പറയാം. എന്നിട്ട് ആദ്യമായിട്ട് നമ്മള് ഒരു വീടിന്റെ മുമ്പിൽ കയറി ഞാൻ ചേട്ടാ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ എന്ന് ചോദിച്ച സിറ്റുവേഷനിൽ എനിക്ക് ഒരു ചേട്ടൻ ജോലി തന്നു. ആ ചേട്ടനാണ് നമ്മുടെ സ്വന്തം മനോജേട്ടൻ. മനോജേട്ടൻ മോനാണ് മനോജേട്ടൻ. സോ എനിക്ക് തന്ന ജോലി അവരുടെ ഒരു വിഷുവിന്റെ ഒരു ഭാഗത്തായിട്ടാണ്. ഞാൻ വിഷുവിന്റെ ഒരു സമയത്താണ് പോയത്. അപ്പൊ എനിക്ക് അവിടുത്തെ ഒരു പടക്കക്കടയിൽ പടക്കം എടുത്തു കൊടുക്കുന്ന ഒരു മാനേജർ അല്ല തൊഴിലാളി. അതാണ് ജോലി, ശരിക്കും ചെയ്ത ജോലി. അതെ, അതാണ് പടക്കക്കടയിൽ. അവിടുന്ന് പിന്നെ ഞാൻ അവരുടെ ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇനി ഞാൻ പങ്കെടുത്ത നൃത്തപരമായിട്ട് അതെ ആദ്യത്തെ റിയാലിറ്റി ഷോ. ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് അല്ല, പക്ഷെ പങ്കെടുത്ത ആദ്യത്തെ റിയാലിറ്റി കണ്ടസ്റ്റന്റ് ആവാൻ വേണ്ടിട്ട് ട്രൈ ചെയ്ത റിയാലിറ്റി ഷോ. കണ്ടസ്റ്റന്റ് ആവുന്നേക്കാൾ മുന്നേ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണല്ലോ കണ്ടസ്റ്റന്റ് ആവുന്നത്. അതായത് നീ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് സോളോ ആയിട്ട് പോയത്. ഞാൻ പറയട്ടെ, അവൾക്കറിയാം, നമുക്കുണ്ട് സൂപ്പർ ഡാൻസർ. സൂപ്പർ ഡാൻസർ ജൂനിയർ ആയിരുന്നു കുട്ടികളുടെ കേട്ടാ. ഓക്കെ, എന്നാ ഒരു പോസിറ്റീവ്. ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് നൃത്തം ചെയ്ത 2 സിനിമകൾ. രണ്ടെണ്ണം മതി, നീ രണ്ടെണ്ണം പറഞ്ഞ കേക്കട്ടെ. അല്ല പറയല്ലേ. ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട്, ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആണ്. ചിലപ്പോൾ 100 പേരിൽ 2 ആളുണ്ടാവും. പക്ഷെ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട്, ആർട്ടിസ്റ്റോ ആക്ടറോ എന്തെങ്കിലും ക്യാരക്ടർ അല്ല, ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് അഭിനയിച്ച 2 സിനിമ. ഒരു സെക്കൻഡ്, ഒരെണ്ണം കിട്ടിയോ? ഞാൻ രണ്ടെണ്ണം അങ്ങനെ തന്നെയാ, പക്ഷെ രണ്ടാമത്തെ സമ്മതിക്കാൻ വേണ്ടിയില്ല. പറയട്ടെ, ഒന്ന് ഹണി ബി, പിന്നെ ഒന്ന് കട്ടപ്പനയിലെ ജ്യോതി കൃഷി. പക്ഷെ ഞാൻ ഇല്ല, ബാബുരാജേട്ടന്റെ ഒരു പടമായിരുന്നു നോട്ടി പ്രൊഫസർ. പടം ഏതായാലും ക്യാരക്ടർ എന്തായാലും നമുക്ക് കിട്ടുന്ന ജോലി ചെയ്യാന്നുള്ളതാണ്. ഇഷ്ടമുള്ള സംഗീത ഇൻസ്ട്രുമെന്റ്സ് ഏതെങ്കിലും ഒന്ന് കിട്ടിയാലും മതി, കുഴപ്പമില്ല. അത് ഞാൻ എഴുതിയാ പോരടാ. അതെ, ശരിയാണ്, എനിക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിലപ്പോ എന്റെ ഡാൻസിനോടൊക്കെ കണക്റ്റഡ് ആയിരിക്കുമല്ലോ. മൊയല് പൊന്ന പോലെ നിങ്ങൾക്ക് മോഹിക്കാം, നിങ്ങൾക്ക് പങ്കെടുക്കാം കോടീശ്വരൻ. ഓക്കെ, അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ്സ് കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ള കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇല്ലില്ല, പറ. അത് നിന്റെ അല്ലടാ, അത് കുഴപ്പമില്ല. വയലിനാണ്. പിന്നെ ഏതിനോടാണോ ടേസ്റ്റ് അതിനോടാണല്ലോ. ശരി ശരി ശരി. എന്നാ പിന്നെ ഞാനിപ്പോ ഈക്വൽ ഇപ്പൊ മാറ്റിത്തരാം. ഓക്കെ, എന്റെ സ്കൂൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സങ്കടകരമായ ഒരു കാര്യം, സന്തോഷകരമായ
അവരത് ഒരു നല്ല രീതിയിൽ പറഞ്ഞാൽ മതി. ഞാൻ പറയാം ആ. സീഡി പിടിച്ചു. ചെയ്യാത്ത സീഡി കുറ്റം. ആക്ച്വലി ഇവന്റെ ആയിരുന്നില്ല, വേറെ പിള്ളേരെ സീഡി ആയിരുന്നു ഇവന്റെ പക്ഷേ ഇങ്ങനെ പറയല്ലേ? അത് സത്യല്ലേ? അതെ. ഇവന്റെ എല്ലാ സീഡി ഇതാണെന്ന് പറയാം, അവകാശം. സംഭവം ഇവനായിരുന്നില്ല, എല്ലാരും അങ്ങനെ വാദിക്കുള്ളൂ, എനിക്കറിയണല്ലേ. എന്നിട്ട് അവസാനം അവന് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ കാരണമല്ല. അല്ല, ഞാൻ പറയട്ടെ. ഞാൻ പറയാം അല്ലെ. ചെയ്യാത്ത കുറ്റത്തിന് കൂട്ടുകാർക്ക് വേണ്ടിട്ട് ഒരു കാര്യം ചെയ്തതിൽ ഒരു സ്കൂളിന്റെ വരാന്ത കാണുകയെ പോത്തിനെ തല്ലണ പോലെ തല്ലി തല്ലടാ പഠിച്ചോനാണ് ആ ക്ലാസിന്റെ ഉള്ളിൽ നിന്ന് തല്ലി. എനിക്കിപ്പോ ഓർമ്മ, എനിക്കാണ് വേദനിച്ച ഒരു കാര്യമില്ല. തല്ലി ഓഫീസ് റൂം വരെ എത്തിച്ച അതേ സാറ് തന്നെ. അതാണ് ഏറ്റവും വലിയ സങ്കടമായ കാര്യം. അത് ചെയ്ത എന്റെ കൂട്ടുകാർക്ക് അറിയാലോ. സോ അതേ സാറ് തന്നെ അസംബ്ലിയുടെ ഒരു ക്രൗഡിന് മുന്നില് എനിക്ക് ഈ സ്കൂളിന്റെ അഭിമാനമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത റിയാലിറ്റി ഷോ. ഔട്ടായി പോയി, പക്ഷെ എന്നാലും സൂപ്പർ ഡാൻസ് ജൂനിയറിൽ നിന്ന് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഞാൻ സ്കൂളിൽ കൊണ്ടുകൊടുക്കുകയും സോ അങ്ങനെ അഭിമാനമായി മാറിയ ഞാൻ അല്ലാണ്ട് ഇപ്പൊ ഞാൻ കഴിക്കുന്ന ഭക്ഷണം, എന്റെ ഫേവറേറ്റ് കളർ, അത് മാത്രം നിങ്ങൾക്ക് എല്ലാം അറിയാലോ. എന്നാ വേണ്ട, ഈ ചോദ്യം കട്ട് ചെയ്തോ, വേറെ ചോദ്യം തരാം. ആ ശരി. എന്റെ കള്ളൻ കട്ടെടുത്ത എന്റെ ലാപ്ടോപ്പിന്റെ പേര് ഓർമ്മ ഉണ്ടെങ്കിൽ എഴുതി ശരിയാക്കിയാ. ഞാൻ ഇപ്പൊ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ലാപ്ടോപ്പിന്റെ പേരും വേണമെങ്കിൽ എഴുതിക്കോ. എത്രയും പെട്ടെന്ന് ആരത് പറയാത്ത ആള് എനിക്ക് ഞാനിപ്പോ ആഗ്രഹിക്കുന്ന ലാപ്ടോപ്പ് മേടിച്ചായിരുന്നു. കറക്റ്റ് ലാപ്ടോപ്പ്. എന്റെ ലാപ്ടോപ്പിൽ ലെനോവോ ഒരുത്തൻ കള്ളം കെട്ടുണ്ട്. എന്ത് കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്റെ ലാപ്ടോപ്പ് അടിച്ചു മാറ്റി? അത് 4-5 വർഷം ഒന്നും, എന്നാലും അത് ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ ക്ലാസിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചോ. ആരാന്ന് പറയണ്ട കേട്ടോ. ഓക്കെ, ഓക്കെ. ഇപ്പൊ എല്ലാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാൻ ഡാൻസ് അല്ലാതെ പങ്കെടുക്കുന്ന സ്പോർട്സോ ഗെയിമോ അങ്ങനെ എന്തെങ്കിലും ഡാൻസ് അല്ലാതെ പങ്കെടുക്കുന്ന സ്കൂൾ ലെവലിലെ ഗെയിമോ? രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഫുട്ബോള്, രണ്ടാമത്തെ മറ്റേ ഓടിപ്പോയിട്ട് ചാടുക, ഹൈ ജമ്പ്. സോ ഹൈ ജമ്പ് എന്നാണ് അതിന്റെ പേര്. ഹൈ ജമ്പ് തന്നെ ഞാൻ കുറെ ജില്ലാ തലത്തിലേക്ക് പോയിട്ടൊന്നും കിട്ടാണ്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഫുട്ബോളും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കളിക്കാറുണ്ട്. പക്ഷെ വീടിന്റെ അവിടെ ഞാൻ ഫുള്ളും കളിക്കാറുണ്ട്. ഓക്കെ, ഈ അടുത്ത് ഉണ്ടായ ഏറ്റവും വലിയ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കാതെ സർപ്രൈസ് ആയിട്ട് വന്ന ഒരു സന്തോഷം. നീ മറന്നു ഞാൻ ആ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. എനിക്ക് മനസ്സിലായി, ഞാൻ എഴുതി. ആ സന്തോഷത്തിൽ നീ ഉണ്ടായിരുന്നു. അതെ, പക്ഷെ നീ മറന്നു. ഞാൻ നിനക്കത് കാണിച്ചു തന്നു, 2 പേരും കാണിച്ചു തന്നു. നീ മറന്നു. അതാണ് മറക്കും, നന്നായി മറക്കും. ഉണ്ടായ ഏറ്റവും വലിയ സന്തോഷം പേര് പറയാൻ അയ്യോ ഞാൻ മനസ്സിലായിട്ടോ. പേര് പറയാൻ പാടില്ലല്ലോ. അതെ, പേര് പറയണ്ട. ഓർമ്മയുണ്ടോ ഞാൻ നോക്കട്ടെ. ഒരു സിനിമ നടൻ അവനെ സന്തോഷം, വളരെയധികം സന്തോഷം. അവളുടെ പേരാണ് ഷാഹിദ് തക്കു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്.
ഇനി വേണ്ട, 1-2 ക്വസ്റ്റ്യൻ ഒക്കെ സെൻഡ് ക്വസ്റ്റ്യൻസ് അത് വേണ്ട. ഞാൻ ചോദിക്കണം. അല്ല അറിയോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചരിത്രം മുഴുവൻ അറിയുന്ന ആൾക്കാരാവണ്ട. പിന്നെ അപ്പൊ ആ ഹെഡിങ്ങിന് എന്താ അർത്ഥമുള്ള നോ മീ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചോ, നീ കരയണ്ട. അല്ലെങ്കിൽ വേണ്ട. മതി എന്നാ നിർത്താം നമുക്ക്. നിങ്ങളോട് 15 തന്നെ, ഞങ്ങൾ 15 ഉത്തരം വേണ്ടി. എന്നാ ശരി. എന്നാ എല്ലാം എനിക്ക് ചെറുപ്പത്തിലെ കുറെ ഓർമ്മകളുള്ള. പഠിക്കുന്ന സമയത്ത് ബസ് കാശ് കൂട്ടി വെച്ച് ചില്ലറ പൈസക്ക് മേടിച്ച സ്നാക്സ്. പറഞ്ഞിട്ടുണ്ട്, അതിനെ മാറ്റി പറയട്ടെ. അതന്നെയാണല്ലോ. പക്ഷെ എന്റെ ഓർമ്മ മേടിച്ച വേറെ സാധനം. അല്ല അങ്ങനല്ല, ഞാൻ എനിക്ക് കൊതിയായിട്ട് മേടിച്ചതാ. ഏതെങ്കിലും ഇങ്ങനെ സ്നാക്സ് മേടിക്കും, പക്ഷെ കൊതി മേടിക്കില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒന്നാമത്തത് പഫ്സ്, രണ്ടാമത്തത് മറ്റേ ഫുഡ് സലാഡ് പാക്കറ്റ്. മതി മതി മതി. 3 രൂപയുടെ മുട്ട പപ്സ് കറക്റ്റ്. രണ്ടുപേരും പറഞ്ഞ കറക്റ്റാ. മുട്ട പപ്സ് സോസ് ഒഴിച്ചത് 5 രൂപ. പോൾസൺ ബേക്കറി 5 രൂപയായിരുന്നു. തള്ളണ്ട, എനിക്കറിയാം. മുട്ട പപ്സ് 6, മറ്റേ 5 വെജിറ്റബിൾ 5. അതായത് ഞാൻ എനിക്ക് പഠിപ്പിക്കാനായിട്ട് ഒരു അവസരം തന്ന ആദ്യത്തെ ഗുരു. മനസ്സിലായോ? അതായത് ഒരു സ്ഥാപനത്തിൽ എനിക്ക് പഠിപ്പിക്കാനായിട്ട് ഒരു ചാൻസ് തന്ന ഒരു ഗുരു. അത് വലിയൊരു ഗുരുവാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആരാധിക്കുന്ന, ആഗ്രഹിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന, കടപ്പാടുള്ള ഒരു വലിയ ഗുരുവാണ്. ഒരു ക്ലൂ കാണാൻ തരാം. നീ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഷീബ ടീച്ചറുടെ ഉത്തരത്തിൽ നിന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സോ ഷീബ ചേച്ചിയാണ്, ഷീബ ടീച്ചറാണ് എനിക്ക് ഒരു അവസരം തന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ. എനിക്ക് ദക്ഷിണയായിട്ട് 1 രൂപ കിട്ടിയ 1 രൂപ വെച്ച് ഞാൻ പരിപ്പും പപ്പടം വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുമായി സോയി ബുക്കിനോട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു ഉത്തരമല്ലേ കിട്ടാതിരുന്നിട്ടുള്ളൂ, എനിക്ക് ഒരു ഉത്തരം മാത്രമേ കിട്ടാതിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ തുല്യ ദുഃഖിതരായി ഈ ഗെയിമിൽ നിന്നും വിട പറയുകയാണ്. അപ്പോൾ who know me better എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we know them. we know me better. They know very well me. Yeah. No. Yeah. മീനോ അല്ല ചിക്കൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവൻ ചോദിച്ചത് മൊത്തം പണ്ടത്തെ ചോദ്യങ്ങളായിരുന്നു. പക്ഷെ ചലഞ്ചിങ് ചോദ്യമായിരുന്നു. നിനക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 5-6-7 വർഷത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് അടിപൊളിയായിട്ട് പറ്റും. അപ്പൊ ഇവൻ ഡാർക്ക് അടിക്കും. സോ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ നിങ്ങൾ ഞാൻ വിചാരിച്ചതിനേക്കാളും വേറെ മൂഡാക്കി കളഞ്ഞ് അതുകൊണ്ടാണല്ലോ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇതിൽ എഴുതിയത്. അപ്പൊ എന്നെ എല്ലാരും തള്ളി മറിച്ചു പറഞ്ഞു. സോ അവരും നിങ്ങളും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഒക്കെ പറയും. ഈ ഇതിലെ ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പറയും. ഇത് എഡിറ്റ് ചെയ്യണ്ട. അല്ലല്ലേ ഇതിൽ എഡിറ്റ് ചെയ്യണം. എന്റെ സെഡായ പോർഷൻ ഒക്കെ എഡിറ്റ് ചെയ്യണം. ശരി. അപ്പൊ ഞങ്ങൾ പോവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനിയുമുള്ള വീഡിയോസ് ഞങ്ങൾ തക്കൂനെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. ഓരോരുത്തരോരുത്തർ നമുക്ക് പറ്റുന്നവരൊക്കെ സമർപ്പിക്കാം. കേട്ടോ? അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. എന്തായാലും കാണണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. ഓക്കെ, ഒന്നും പറ്റില്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കായോ. ബൈ. എല്ലാവർക്കും ടാറ്റ.